നമസ്കാരം. ഇന്ന് നമ്മൾ മറ്റൊരു ഹെൽത്തി പായസവുമായിട്ട് തുടങ്ങാം. ഇതിന് പേര് ബെൻസി റവ പായസം. ബെൻസി റവ പായസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്ചര്യമായിരിക്കും, ഇതെന്തുവാ റവയ്ക്ക് പേരോ? നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ഇൻഗ്രീഡിയൻസിലോട്ട്. ബെൻസി റവ എന്ന് പറയുന്നത് ചോള റവയാണ്. ചോള റവ എന്ന് പറയും, കിട്ടുന്നുണ്ട്, മാർക്കറ്റിൽ കിട്ടും. ഇത് നമ്മുടെ മറ്റേ റവയെക്കാട്ടിൽ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ പഞ്ചസാര, പാല്, ആകെ കൂടെയുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്ന 3 ഐറ്റമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ ഒരുപാട് ചേരുവകളൊന്നും ഇല്ല, വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ പക്ഷേ റവ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വേവിച്ച് വയ്ക്കുക. നന്നായി വറുത്തിട്ട്, നെയ്യിൽ നന്നായി വറുത്തിട്ട് വേവിച്ച് വെച്ച റവയാണിത്. ഈ റവ നമ്മൾ പാല് കാച്ചിയതിന് ശേഷം പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് ഈ റവയും മിക്സ് ചെയ്ത് നന്നായി തിളച്ച് വറ്റിച്ചാൽ പായസം തയ്യാറാണ്. ഇതിൽ നെയ്യ് ഇത്തിരി പോലെ നമ്മൾ വറക്കാനുള്ള നെയ്യ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാതെ ഒരുപാട് ആരോഗ്യഹാനികരമായ സാധനങ്ങളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. നമുക്കത് പാലിനെ ആദ്യം ചൂടാക്കാം. പാല് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിതിലോട്ട് പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര അവരവർക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ചിലർക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് കുറച്ച് പഞ്ചസാര മതിയെന്ന് തോന്നും. പഞ്ചസാര കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലാവാം. പിന്നെ പായസം എന്ന് പറയുമ്പോൾ അതിൽ മധുരം കൂടുതൽ വേണ്ടേ? ഞാൻ നല്ല മധുരം ഇട്ടിട്ടുണ്ട്, കാരണം പായസം ആയതുകൊണ്ട് നല്ല മധുരം ആവട്ടെ എന്ന് വിചാരിച്ചു. ഓണമല്ലേ. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച റവ, ഈ റവ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബെൻസി റവ എന്ന് പറയും. ചോളമില്ലേ, ചോളത്തിൽ കൊണ്ടുണ്ടാക്കുന്ന റവയാണിത്. അതുകൊണ്ട് ഇത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പായസത്തിലോട്ട് നമ്മളിപ്പോൾ റവ ചേർത്ത് കഴിഞ്ഞു. വേവിച്ച് വെച്ച റവയായിരുന്നു. അല്ലാതെ നല്ല വേവ് ഈ പാലിൻ്റെ കൂടെ ചേർത്ത് വേവിക്കുമ്പോഴേ വരുള്ളൂ. ഈ റവയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആണ്, ഫാറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലതാണ്, മുതിർന്നവർക്കും പിള്ളേർക്കും എല്ലാവർക്കും നല്ലതാണ് ആരോഗ്യത്തിന്. ഇതിലോട്ട് നമ്മൾ നല്ല തിളച്ച് അത് കുറുകി വരുമ്പോൾ അറിയാം. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും റവക്കഞ്ഞി പോലെ ഉണ്ടെന്ന്. അതിലാണ് പറഞ്ഞത് മധുരം കുറച്ച് അല്പം കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അത് പായസം, മധുരം കുറഞ്ഞാൽ അത് റവക്കഞ്ഞി എന്നാകും. കഞ്ഞിയായിട്ടും പിള്ളേർക്ക് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ പായസം ഹെൽത്തി ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന്. ഇപ്പം നിങ്ങൾക്ക് കാണാം പായസം ഏകദേശം റെഡിയായി കഴിഞ്ഞു. നല്ല തിളച്ച് കുറുകി നല്ല തിക്ക് പായസം റെഡി. അപ്പോൾ നമുക്കിതിലോട്ട് ഇനി നമ്മുടെ ഗാർണിഷിങ്ങും അതിന് മുന്നേ നമ്മൾ ഇതിനോട്ട് സർവിങ് ബൗളിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇതിൽ ശകലം ഏലപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് സർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഇതിന് ഭംഗി കൂട്ടാൻ നമുക്കൊന്ന് കാഷ്യൂവിനെ അലങ്കരിക്കാം. ഇതിലോട്ട് വറുത്ത് വെച്ച നല്ല നെയ്യിൽ വറുത്ത് വെച്ച കാഷ്യൂ ആണ്. ഇതിൽ നമ്മൾ മുന്തിരി ഇടാത്ത റീസൺ വേറൊന്നുമല്ല, ഇതിൽ പുളിപ്പ് തട്ടും അതിൽ ചിലപ്പം. അപ്പോൾ അതിൻ്റെ രുചി ഇതിലോട്ട് ചേരത്തില്ല. എല്ലാ പായസത്തിനും കാഷ്യൂ ഇടാൻ പറ്റും, പക്ഷേ മുന്തിരി ഇടാൻ പറ്റില്ല. രുചികരമായ ബെൻസി റവ പായസം തയ്യാറാണ്. ഈ ഓണം നിങ്ങൾ എല്ലാവരും ഈ പായസം ഉണ്ടാക്കി നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏവർക്കും ഹാപ്പി ഓണം.